എൻ്റെ പേര് നിതിൻ പുല്ലുകാട് എന്നാണ്. ഞാൻ ഏറ്റുമാനിലെ ഗവൺമെന്റ് റീഡറാണ്, സർക്കാർ വക്കീലാണ്. പോക്സോ നിയമം എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് എന്നാണ് അതിനെപ്പറ്റി പറയുക. ഈ നിയമം പ്രാബല്യത്തിൽ വന്നത് 2012 നവംബർ 14 നിലവിൽ വന്നിരിക്കുന്നത്. ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് കുട്ടികളുടെ ലൈംഗിക സുരക്ഷ ഉറപ്പാക്കുക, കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങളെ വളരെ ശക്തമായ രീതിയിൽ തടയുക, കുട്ടികൾക്ക് നിയമപരമായ സംരക്ഷണം നൽകുക എന്നിവയാണ്. കുട്ടികൾക്ക് 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് പ്രായപൂർത്തിയാകാത്തവരായി കണക്കാക്കുകയും അവരുടെക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ ശിക്ഷാകരമായ കുറ്റമായി പ്രഖ്യാപിക്കുകയും ചെയ്തു വരുന്നു. കുട്ടികളുടെ സുരക്ഷയ്ക്ക് വളരെയധികം പ്രാധാന്യം നൽകിക്കൊണ്ട് പ്രത്യേക കോടതികൾ ഇതിനുവേണ്ടി സ്ഥാപിക്കപ്പെടുകയും കേസുകൾ വളരെ വേഗത്തിൽ തീർക്കാനുള്ള മാർഗങ്ങൾ നിലവിൽ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസ് വളരെയധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കുട്ടികളുടെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള പോക്സോ കേസുകൾ ഉണ്ടാകുന്ന സമയങ്ങളിൽ കുട്ടികൾക്ക് വേണ്ട പിന്തുണകൾ നൽകുക, അവരെ യൂണിഫോമിലല്ലാതെ അവരുമായിട്ട് മൊഴിയെടുക്കുക, അവരുടെ ടീച്ചർമാരെ അതുപോലെ സഹോദരങ്ങളുണ്ടെങ്കിൽ അവരെ മാതാപിതാക്കളെ ഒക്കെ കൂട്ടിയാണ് പോലീസുകൾ ഇങ്ങനെയുള്ള അതിക്രമങ്ങളെ ചെറുക്കുന്നതിന് വേണ്ടി കുട്ടികളെ മാനസികമായി ബോധവാന്മാരാക്കി കൊണ്ടുവരുന്നത്. അതിലേക്ക് കുട്ടിക്ക് വേണ്ട എല്ലാ മാനസിക പിന്തുണകളും നൽകുന്നത് പോലീസാണ്. പ്രധാനമായ സുരക്ഷാ വെല്ലുവിളി എന്ന് പറയുമ്പോൾ കുട്ടികളെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള വിഷയങ്ങൾ പുറത്തു പറയാനായിട്ട് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. ചിലപ്പോൾ അവരത് ആരും അറിയാതെ ഒളിച്ചു വെക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ ഇവര് പൊതുവെ ക്ലാസ്സുകളിൽ ഇവര് അങ്ങ് സൈലന്റ് ആവും. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നിന്ന് അവർ മാറി വരുന്നത് അധ്യാപകർക്ക് പെട്ടെന്ന് ഇത് മനസ്സിലാക്കുവാൻ കഴിയും. അതിനാണ് സ്കൂളുകളിൽ നമ്മൾ കൗൺസിലിങ്ങുകളും മറ്റു കാര്യങ്ങളും ബോധവൽക്കരണ ക്ലാസ്സുകളും ഒക്കെ നൽകുന്നത്. ഈ ഒരു വിഷയത്തിന് വേണ്ടി കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കാൻ വേണ്ടി മനസ്സിലായാൽ അപ്പം തന്നെ അധ്യാപകർ അല്ലെങ്കിൽ മറ്റ് മാതാപിതാക്കൾ ഉടനെ തന്നെ പോലീസിനെ സമീപിച്ചാൽ വേണ്ട സഹായ സഹകരണങ്ങൾ ഉടനെ തന്നെ ലഭിക്കുന്നതാണ്. പിന്നെ അതോടൊപ്പം ഇതുപോലെ ചൈൽഡ് വെൽഫെയർ സൊസൈറ്റി ഉണ്ട് സർക്കാരിന്. അവരും കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ ഇടപെടുകയും സഹകരിക്കുകയും ചെയ്യുന്നുണ്ട്. അത് വളരെ സൂക്ഷ്മമായിട്ടാണ്, കുട്ടികളുടെയും കൂടെ കംഫർട്ട് സോൺ നോക്കിയിട്ടാണ് ചെയ്യുക. വളരെ അവർക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ, അവർക്ക് ഒരു പ്രയാസകരമല്ലാത്ത സാഹചര്യങ്ങളിൽ അവരോടും കൂടെ സംസാരിച്ച് നല്ല രീതിയിൽ അവർക്ക് പറ്റുന്ന അന്തരീക്ഷത്തിൽ ഇരുന്നാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇത് കഴിവതും യൂണിഫോം ഒഴിവാക്കിയാണ് ചെയ്യുക. ഇതിന് പ്രാവീണ്യമുള്ള വനിതാ പോലീസുകാരുണ്ട്. അങ്ങനെ പല രീതിയിൽ ഓരോ കേസിന്റെ സാഹചര്യങ്ങൾ അനുസരിച്ച് മൊഴികളെടുക്കും. അതിന് അവർ കുട്ടികളുമായിട്ട് ഓപ്പണായിട്ട് സംസാരിക്കുക. ഒരു അധ്യാപകരും കുട്ടികളും തമ്മിലുള്ള അകലം കുറഞ്ഞാൽ തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാകും. കുട്ടിയെ നമ്മൾ തനിയെ ഒരു സ്ഥലത്ത് ആക്കുന്ന ഒരു സാഹചര്യം ഇതില്ല. ഇന്ന് എല്ലാവരും ഓരോ പ്രോഗ്രാമുകളിലാണെങ്കിലും എവിടെയാണ് കുട്ടിക്ക് വേണ്ട ശ്രദ്ധ കൊടുക്കുക. ഏതെങ്കിലും രീതിയിൽ കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയോ ഒരു മാനസിക പ്രശ്നം ഉണ്ടാവുകയോ ഒന്ന് ഒറ്റയ്ക്കിരിക്കുകയൊക്കെ ചെയ്യുന്ന കണ്ടാൽ ശ്രദ്ധിക്കുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ അതിനുവേണ്ടി സ്കൂളുകളിൽ തന്നെ ബോധവൽക്കരണ സെമിനാറുകളും കാര്യങ്ങളും ഒക്കെ നടത്തുന്ന വഴി കുട്ടിക്ക് ഇതിനെപ്പറ്റി വളരെയധികം നല്ലൊരു ബോധവൽക്കരണം ലഭിക്കുന്നതാണ്. ടെക്നോളജി വെച്ച് നമുക്ക് വളരെയധികം ഉപയോഗം ഇന്നത്തെ കാലത്തുണ്ട്. ഒരാളുടെ മൊബൈൽ ടവർ വെച്ച് ആളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. മറ്റു കാര്യങ്ങളെ ഒരാൾ ആരൊക്കെയാണ് എവിടെയുള്ള സോഫ്റ്റ്വെയറുകൾ പലതും ഉപയോഗിച്ചാണ് പോലീസ് ഇന്ന്. അതിനെപ്പറ്റി വിശദമായിട്ട് സംസാരിക്കുന്നില്ല, എങ്കിലും അത് ഇങ്ങനെയുള്ള കേസുകൾ ഗുണപ്രദമാണെന്ന് മാത്രം പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. സൈക്കോളജിസ്റ്റിന്റെ സൗകര്യം വളരെയധികം അത്യാവശ്യമാണ്. ഇപ്പം സ്കൂളുകളിലൊക്കെ തന്നെ കൗൺസിലേഴ്സ് അവൈലബിൾ ആണ്. അതുപോലെ ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ കേരള സർക്കാരിന്റെ ചൈൽഡ് വെൽഫെയർ സൊസൈറ്റി വഴി അല്ലെങ്കിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി വഴിയൊക്കെ ഇങ്ങനെയുള്ള ബോധവൽക്കരണങ്ങൾ സ്കൂളുകളിലും കോളേജുകളിലും സ്കൂളുകളിലൊക്കെ നടന്നു വരുന്നുണ്ട് സ്ഥിരമായിട്ട്. ഇത് ഒരു കുട്ടിയെ സംബന്ധിച്ച് അതിന്റെ മനസ്സിലേക്കുന്ന ഒരു വലിയ ആഘാതമാണ് ഇങ്ങനെയുള്ള കേസുകൾ. അപ്പൊ അതിൽ നിന്ന് അവർ രക്ഷപ്പെടുക എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സൈക്കോളജിക്കലായിട്ട് അവർക്ക് വേണ്ട കൗൺസിലിങ്ങുകളിൽ കൂടെ അവരെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതി ടീച്ചർമാരും എല്ലാവരും കൂടെ സഹകരിച്ച് വേണം അത് മുന്നോട്ട് പോകാൻ. അതുകൊണ്ട്
കൗൺസിലിംഗ് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ്. ചെറിയ കുട്ടികളായതുകൊണ്ട് ഇങ്ങനെയുള്ള കേസുകളിൽ വരുന്നു. മൊഴിയെടുക്കുമ്പം അത് അന്നത്തെ സാഹചര്യം അനുസരിച്ചിരിക്കും ഓരോ കേസിന്. സാധാരണഗതിയിൽ അവരുടെ പേരൻസ്, ടീച്ചർമാർ, അവർക്ക് ഏതാണ് കംഫർട്ടബിൾ ആയിട്ടുള്ളത് അതനുസരിച്ചാണ് മൊഴിയെടുക്കുന്നതും മറ്റും കേസിന്റെ മുന്നോട്ട്. അത് ഓരോ കേസും വ്യത്യാസമാണ്. ഓരോ കേസുകളുടെ സാഹചര്യങ്ങളും വ്യത്യാസം, അതനുസരിച്ചാണ് ചെയ്യുന്നത്. അതാണ് ഒരു കുട്ടിയെ സംബന്ധിച്ച് ഏറ്റവും അത്യാവശ്യമായിട്ട് പഠിപ്പിക്കേണ്ടത്. ഒരാൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ അത് ഗുഡ് ടച്ച് ആണോ ബാഡ് ടച്ച് ആണോ എന്ന് മനസ്സിലാക്കേണ്ടത് ഓരോ കുട്ടി മനസ്സിലാക്കി ഇരുന്നാൽ തന്നെ ഇങ്ങനെയുള്ള കേസുകൾ ഉണ്ടാകാതിരിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാലും, ഇപ്പോൾ നമ്മൾ ഒരു ബസ് യാത്ര ചെയ്യുമ്പോഴോ അല്ലെ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോകുമ്പോഴോ ഒക്കെ അങ്ങനെ, അല്ല ഒരു റിലേറ്റീവിൽ നിന്നോ ഇങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ആ കുട്ടി അത് മനസ്സിലാക്കി തന്റെ മാതാപിതാക്കളോടോ അധ്യാപകരോടോ പറയണമെന്നുണ്ടെങ്കിൽ ആദ്യം കുട്ടിക്ക് ഇതിനെപ്പറ്റി ഒരു ബോധം ഉണ്ടാകും. അത് കൗൺസിലിംഗ് വഴിയും ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ വഴിയും നൽകേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യം. വളരെയധികം അറേഞ്ച് ചെയ്യുന്നുണ്ട്. ചൈൽഡ് വെൽഫെയർ സൊസൈറ്റി എല്ലാ ജില്ലകളിലും വളരെ കൃത്യമായി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. പിള്ളേരുടെ ഉന്നമനത്തിന് വേണ്ടി സർക്കാർ അതിന് കൃത്യമായ ഒരു മാർഗനിർദ്ദേശം തന്നെ നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് അവർ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. പൊതുജനങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ട് എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള വിവരങ്ങൾ അറിയുമ്പോൾ തന്നെ അവർ പോലീസ് ആയിട്ട് ബന്ധപ്പെടുകയും അവർ പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങൾ, കുട്ടിയുടെ മാനസിക ആരോഗ്യവും മറ്റുമൊക്കെ കണക്കിലെടുത്തും ഇതിന് എന്തുമാത്രം ആഘാതം ഉണ്ടെന്ന് കണക്കിലെടുത്തും ഒക്കെ പോലീസും അധികാരികളും വളരെ കൃത്യമായി അവരുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട് സാഹചര്യം മനസ്സിലാക്കിയാണ് കേസെടുക്കുന്നത്. പൊതുജനങ്ങൾ പൊതുവെ അറിയിക്കുമെന്ന് ചോദിച്ചാൽ, ഒരു വിവരം അറിഞ്ഞാൽ, ഇപ്പോൾ ഒരു സ്കൂളിൽ ഒരു വിവരം അറിഞ്ഞാൽ HM-നെ അറിയിക്കും. അവർ ത്രൂ അധികാരികൾ, അതായത് പോലീസിലേക്ക് എത്തുകയും ചെയ്യുക. ഈ പോസ്കോ കേസൊക്കെ മറിച്ചിപ്പോ പേരൻസ് നേരിട്ട് പോലീസിനൊക്കെ കേസ് എടുക്കാനുള്ള റൈറ്റ്സ് ഉണ്ടോ? നേരിട്ട് കേസ്, അതായത് ഈ പോക്സോയിൽ ചിലപ്പം ചില പേരൻസിനെ സംബന്ധിച്ച് എന്റെ കുട്ടിക്ക് ഇങ്ങനെ ഉണ്ടായി, ഇനി ഇത് ആരോടും പറയണ്ടല്ലോ എന്ന് വിചാരിച്ച് പലരും അറിയിക്കാതിരിക്കുന്ന സാഹചര്യങ്ങൾ മുൻകാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത്, അതായത് ഇതിൽ വ്യക്തിമായിട്ടുള്ള കുട്ടിയെ പറ്റിയോ അതിന്റെ പേരോ മറ്റു വിവരങ്ങളോ ഒന്നും ഒരു കാരണവശാലും പുറത്തേക്ക് നമ്മൾ പോലീസോ അധികാരികളോ വിടുകയില്ല. അതുകൊണ്ട് തന്നെ കുഞ്ഞിന് വേറൊരു ബുദ്ധിമുട്ടുകൾ ഒരു കാരണവശാലും ഉണ്ടാകത്തില്ല. അത് മാത്രമല്ല, അതിന് വേണ്ട ബാക്കപ്പ് നൽകി അതിന് വേണ്ട കൗൺസിലിംഗ് കൊടുത്ത് കൊച്ചിനെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ട കാര്യങ്ങളാണ് ചൈൽഡ് വെൽഫെയർ സൊസൈറ്റി ഉൾപ്പെടെയുള്ള സംഘടനകൾ ചെയ്തു വരുന്നത്. സർക്കാരും ആ രീതിയിലാണ് പോലീസ് ഇതിനെ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു രീതിയിലും പേടിക്കേണ്ട സാഹചര്യങ്ങളില്ല എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയൊക്കെ വളരെ ശക്തമായ കാലമായതുകൊണ്ട് ഇങ്ങനെയുള്ള വിവരങ്ങളെല്ലാം കൃത്യമായിട്ട് കഴിവതും പേരൻസിനൊക്കെ അറിയാം. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാറില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ ഇപ്പോൾ ഒരു പോസ്കോ കേസില് ഒരു മൈനർ ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് പ്രതിയെങ്കിൽ അതെങ്ങനെയായിരിക്കും അതിന്റെ നിയമവശം? ഇന്നത്തെ കാലത്ത് പോക്സോ കേസുകൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ടോ? അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഇപ്പം അയൽവാസികൾ തമ്മിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ വഴക്കുണ്ടാക്കുന്നു. ആ വഴക്കിനിടയിൽ അവിടെ ഒരു കുഞ്ഞുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ ഉപദ്രവിച്ചെന്നും പറഞ്ഞൊരു പരാതി കൊടുക്കുന്നു. പിന്നീട് ഇത് ഒത്തീർപ്പായി പോകുന്ന സാഹചര്യങ്ങളൊക്കെ കണ്ടുവരാറുണ്ട്. അത് ഈ നിയമം ദുരുപയോഗം ചെയ്യുന്നത് തന്നെയാണ്. പക്ഷെ അന്വേഷണ ഉദ്യോഗസ്ഥര് വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുന്നതുകൊണ്ടാണ് പല സാധാരണ നിരപരാധികളും ജയിലിലാകാതെ വരുന്നത്. ഇതൊരു പ്രധാന പ്രശ്നം തന്നെയാണ്. ഇങ്ങനെയുള്ള ഒരു മെഡിക്കലിലേക്ക് പോകാൻ സാധ്യതയില്ലല്ലോ. അവിടെ കൊണ്ട് തന്നെ ഒത്തീർപ്പായി പോവുക ചെയ്യുന്നത്. കാരണം അവർക്കറിയാലോ ഇത് ഫേക്ക് കേസാണ്. ശിക്ഷാ നടപടികൾ കേസിന്റെ ഗ്രാവിറ്റി അനുസരിച്ചാണ് ഉണ്ടാകുക. അത് പ്രെഡിക്റ്റബിൾ അല്ല. നമുക്കിപ്പോ ഒരു മിനിമം 7 വർഷം മുതലാണ് ശിക്ഷ ഉണ്ടാകുന്നത്. 16 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിയെ പീഡിപ്പിച്ചാൽ അതിനകത്ത് വ്യത്യാസം വരും. പിന്നെ ഓരോ കേസിന്റെ ഗ്രാവിറ്റി, അതിന്റെ രീതികൾ, അത് സെക്ഷനുകളൊക്കെ അനുസരിച്ചാണ് ഇങ്ങനെയുള്ള ശിക്ഷാ കാലാവധികൾ തീരുമാനിക്കപ്പെടുന്നത്. പോക്സോ കേസുകളെ സംബന്ധിച്ച് നമ്മൾ കുട്ടികളെ ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്നിവയുള്ള സാഹചര്യങ്ങളെ പറ്റി ബോധവാന്മാരാക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. പിന്നെ സ്കൂളുകൾ ത്രൂ നമ്മൾ കൗൺസിലിങ്ങുകളും ഇതുപോലുള്ള ബോധവൽക്കരണ സെമിനാറുകളും വഴി കുട്ടികൾക്ക് ഇതിനെ പറ്റിയുള്ള കൃത്യമായ അവബോധം ഉണ്ടാവും. ഇനി അഥവാ എന്തെങ്കിലും ഒരു സാഹചര്യം വന്നാൽ
നമുക്ക് ആരോട് അറിയിക്കണം, ടീച്ചർമാരോടോ പേരൻസിനോടോ പറയണമെന്ന് കുട്ടികൾക്ക് ഇതിൽ നിന്ന് ബോധ്യമാവും. അതുപോലെ കുട്ടികളിലേക്ക് എപ്പോഴും നമ്മളൊരു ശ്രദ്ധ കൊടുക്കുക. അവർക്ക് മാനസികമായി എന്തെങ്കിലും, അതായത് സാധാരണ രീതിയിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും ഒരു മാറ്റം വരുന്നെന്ന് തോന്നിയാൽ അപ്പോൾ അവരെ ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുപോവുക. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു സർ.